കാണാൻ? എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? ചൂടായിട്ട് ലൈവായിട്ട് നമുക്ക് ഇട്ട് തരും. നല്ല ടേസ്റ്റ് കേട്ടോ. ഇവിടെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിക്കാൻ മറക്കരുത്. എങ്ങനെയുണ്ട്? കണക്കുണ്ടോ? ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അത് ആ കളറിൽ ഇങ്ങനെ വരും. വാവോ, കണ്ട? ഇപ്പോൾ മനസ്സിലായോ എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത്? എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. പക്ഷേ ഇവരുടെ സീക്രട്ട് ഇവർ പറഞ്ഞു. അവൾ ഇപ്പോഴേ മോഡലായി. அம்மா நீ இப்படியெல்லாம் உட்கார வச்சு பண்ணனா அவன் இங்கே உட்காருவா. பரவாயில்லையே. ചുമ്മാ ട്രൈ ചെയ്താൽ പറയണം കേട്ടോ. ഹലോ സെലിബ്രിറ്റീസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. മാറിപ്പോകുന്നു, എന്താ ചെയ്യാം? നമ്മൾ കുഴപ്പമില്ലാതെ പോകുന്നു. അങ്ങനെ പറയാനൊന്നും പറ്റാത്ത സിറ്റുവേഷൻ ആണല്ലോ എപ്പോഴും. നമുക്ക് ഇതായിട്ടില്ല, അതുകൊണ്ട് അങ്ങനെ പോകുന്നു. പോട്ടെ. ഓക്കെ, അപ്പോ എന്താ പറയാ, തട്ടിമുട്ടിന് പോണു. അപ്പോൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് മീനുമടെ നക്ഷത്രമാണ് കേട്ടോ. അതായത് നമ്മള് ബർത്ത്ഡേ നാട്ടിലൊക്കെ നക്ഷത്രം തന്നെ. അപ്പൊ ഇന്ന് നക്ഷത്രവും ഇപ്രാവശ്യം നക്ഷത്രവും ഡേറ്റ് ഓഫ് ബർത്തും ഇന്ന് നാളെ 19, ഇന്ന് നക്ഷത്രമാണ്. അതുകൊണ്ട് തന്നെ മാർച്ച് 19 മീനുന്റെ ഡേറ്റ് ഓഫ് ബർത്ത്. അപ്പോൾ നമ്മൾ അതാണ് എടുക്കാറ്. പക്ഷെ ഇപ്രാവശ്യം ഒന്നും ചെയ്യുന്നൊന്നുമില്ല. പക്ഷെ എന്നാലും അമ്പലത്തിൽ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. നക്ഷത്രമല്ലേ, അതുകൊണ്ടൊന്ന് ഞാനും അതെ ഈ വർഷം തുടങ്ങിയ ശേഷം അമ്പലത്തിൽ അങ്ങ് പോയിട്ടേ ഇല്ല. എന്താന്ന് പറഞ്ഞാൽ പോകാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പൊ നമ്മൾ ശരിക്കും അയ്യപ്പൻ പോലെ ഒന്ന് പോയിട്ട് എത്തി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞു. കുറേ ആയില്ലേ അയ്യപ്പനെ കണ്ടിട്ട്, കുറച്ച് ദിവസങ്ങളായി. കഴിഞ്ഞ വർഷം കണ്ടതാണ്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ കാണൽ ഒരു 1.5 കാണൽ വരുന്നു നമ്മുടെ അല്ലേ. നല്ല കാണലൊക്കെ ആയിരുന്നു. പക്ഷെ എന്തോ അതിന്റെ ഇടയിൽ പിന്നെ അങ്ങനെ പോകാനൊന്നും പറ്റിയില്ല. ഈ വർഷം തുടങ്ങിയ ശേഷം ഒന്നും പോകാൻ പറ്റിയിട്ടില്ല. അപ്പൊ എന്നാൽ പിന്നെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോകാൻ വേണ്ടി പോവാണ്. പിന്നെ ഇന്ന് പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നെ ഇതിന്റെ ഇടയിൽ കുറച്ച് സർപ്രൈസുകൾ നടന്നിട്ടുണ്ട്. നമ്മൾ പോലും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആ സർപ്രൈസിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ വന്നതിന് ശേഷം നിങ്ങൾക്ക് പറയുന്നതായിരിക്കും. ഇപ്പൊ നല്ല വെയിൽ. ഇപ്പൊ തന്നെ സമയത്ത് എന്നറിയോ, 10:45 കഴിഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്ക് വേഗം ഒന്ന് അമ്പലത്തിലോട്ട് ഇറങ്ങി. അതെ, തൊഴുതിട്ട് വരണം. ഇവിടെ വരണം. ഇവിടുത്തെ തൊഴുകൾ കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങാൻ വേണ്ടി സമയമാണ്. 12 മണിക്കോ 12:00 നട അടയ്ക്കുന്നു ഇവിടെ കേട്ടോ. അതുകൊണ്ട് അപ്പോൾ നമ്മൾ വേഗം പോയിട്ട്, ഭയങ്കര വെയിൽ, അപ്പോൾ ഓട്ടോ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേഗം പോയിട്ട് വേഗം വരാം. ബാക്കി കാര്യങ്ങൾ വന്നതിന് ശേഷം. ഓക്കെ, എന്താ മീനു പറയാനുള്ളത്? പോകുന്നു. തിരിയൂ. ഇതാ വരുന്നു. ഓട്ടോ വന്നു എന്ന് പറഞ്ഞു. ഇവിടെ നിന്ന് കാണാനില്ല കേട്ടോ. ഉണ്ടോ നോക്ക് മീനപ്പുറത്ത്. പോ, അന്ന് എന്നെ മതി. നമ്മുടെ അമ്പലം വന്നുപോയി. വന്നിരിക്കുന്നത് കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും ഫോണിക്സ് മാളിലോട്ട് വന്നതാണ് കേട്ടോ. ഇതാ പോന്നു രേണു. ഇവിടെ എന്തോ വർക്ക് നടക്കുന്നുണ്ടോ? വെറുതെ വന്നാണ്. കാരണം എന്താണ്, എന്തുകൊണ്ടാണ് വന്നെന്ന് പറയൂ. വെറുതെ എന്നല്ല, വീട്ടിലിരുന്ന് വെറുതെ AC കൂട്ടുണ്ടാവോ, കറണ്ട് ബില്ല് കൂട്ടുണ്ടാന്ന് വേണ്ടിയിട്ടാണ് രേണു ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ആണോ? ഭയങ്കര ചൂട് മക്കളെ, അയ്യോ സഹിക്കാൻ പറ്റാത്ത ചൂട്. എന്താ മീനു, ഞങ്ങൾ ചൂട്ടത്ത് ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ടിട്ട് നിങ്ങൾ ആരെങ്കിലും വരൂ പറ. ഓക്കെ, എന്താണ് പറയൂ, എന്തിനാ വന്നിരിക്കണം മാളിലോട്ട്? അവിടെ പോയി നോക്കാൻ പോണു. മീനു എന്താ മകളെ നോക്കുന്നത്?
നോ നോ. പറ എന്താ പറയണേ? ചുമ്മാ വന്നാണ് കേട്ടോ നമ്മൾ. വെറുതെ ചുമ്മാ ഒരു രസത്തിന് വന്നതാണ്. ആരും കാണുന്നില്ല. മീനും ഭയങ്കര ഡെല്ല്. എന്താ മീനുമാ ഡെല്ലായിരിക്കണം നീ? ആ കുട്ടി നോക്കണം മീനുവിനെ. നിനക്ക് പോണാ? പോ അപ്പക്കുട്ടി. തിരക്കൊന്നുമില്ല. അമ്മേ സോറി. നമ്മുടെ കാലി ചവിട്ടി. ആർക്കാ വേണ്ട എടുത്തോളൂ. ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ. പറഞ്ഞിട്ടോ ഞാൻ മീനിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് സംഭവം എന്താണെന്നുള്ളത്. പക്ഷേ അമ്മൂമ്മ പോണു. അമ്മൂമ്മ ലാൻഡി. മേലെ വന്നു നമ്മൾ. താഴെ പോയാൽ മതി രേണുമാ. മെട്രോ ഇതാ പ്ലം. അപ്പം എനിക്കിഷ്ടമല്ല. എന്താ ഏതിനാ പോകേണ്ടതെന്ന് അറിയാത്തത്. ഇത് പുതിയതാണല്ലോ, അത് തുടങ്ങിയിട്ടുണ്ടാവില്ല. എങ്ങോട്ടാ കിടക്കണ്ട്? ഇങ്ങോട്ട് കിടന്നാൽ മതിയോ? അർജൻറ്റ് വിട്ട് മേലെ വന്നോന്ന് ഡൗട്ടില്ലെന്നില്ല. ഇവിടെ വന്ന എന്താ അറിയോ സംഭവം? ഇവിടെ വന്ന് അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട്? ഇതിലേക്കൊന്ന് പോയി നോക്കാം. വാ. കമോൺ കമോൺ. ഇവിടെ പോയി നോക്കണം. അവിടെ അല്ല ഇവിടെ. മോളെ മോളെ വാ വാ. എന്ത് വേണം? ക്രോസ് ഉണ്ടല്ലോ. പിന്നെന്താണ്? മീന് മേക്കപ്പ് ട്രെയിൻ ഉണ്ടാ? അവൾ ഇപ്പോഴേ മോഡലായി. ആ അമ്മ നീ ഇപ്പടിയെല്ലാം ഉക്കാർ വെച്ച് പണണ. അവ ഇங்கே ഉക്കാറുവാ. പറവല്ലേ. ചുമ്മാ ട്രൈ ചെയ്താൽ പറയണം കേട്ടോ. പാവങ്ങളെ എന്നെ നടക്കിത്. മീനുവിനെ ആൻറ്റി മേക്കപ്പ് ചെയ്തല്ലോ. മീനു മീൻ കോളേജിൽ പഠിക്കാൻ ആരംഭിച്ചാൽ എല്ലാം വാങ്ങിയിടും. മീനുവിനെ ആൻറ്റി ബർത്ത്ഡേ ആയിട്ട് ഒരുക്കിയിട്ടുണ്ട് എന്തായാലും. ബില്ലിട്ടിട്ട് ആ ഡ്രസ്സ് വെച്ചിട്ടില്ല. ഏയ് അത് വേണ്ട.
என்னெல்லாம் போட சொன்னோம் அவள் எல்லாத்தையும் ஆமான்னு சொல்லி உட்காருவா. അവൾക്കെല്ലാം ரொம்ப പിടിക്കും. ലൈഫ് സ്റ്റൈലിലാണ് കേട്ടോ. മീനിക്കുട്ടിക്ക് ഒരു ഡ്രസ്സ് എടുത്തു. അടുത്തത് മേക്കപ്പ്. ചുമ്മാ ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞാണ്. സമാധാനായി അവൾക്ക്. ആഹാ ആളെ കിടച്ചിച്ചമ്മ. ജീവന് പാട്ടൊക്കെ പാടുന്നതാ. ஆண்டிக்கு ட்ரையல் பண்ணுறது கொடுத்தெல்லாம் கிடச்சிட்டாங்க. ஆண்டி உட்காந்து ட்ரை பண்ண. ஐயோ நீ போய் பில்லு போடுமா? ஏன் இதில் ഇത് മാത്രമേ ഇവിടുന്ന് ഇവിടുന്ന് മാത്രം. നീ ബില്ലിട്ടോ, കാർഡ് കൊടുത്താൽ മതി പേഴ്സിൽ. അതെന്താ അത്? ഓ என்ன மீனு அம்மா கூட இப்படியெல்லாம் பண்ண மாட்டேன். நீ என்ன பண்ணுற? இப்படியெல்லாமா பண்ணுவேன். ஆண்டிக்கு ஒருத்தவங்களை கிடச்சிட்டாங்க. அதனால நீ உட்காருமான்னு சொல்லி உட்கார வச்சுருக்காங்க. கண்டோ ஆண்டி பேர் என்ன? பிரியா. இது லைஃப் ஸ்டைல் ஆண்டோ ஃபீனிக்ஸ் மாலில் யூடியூப்பில் வருவாங்க பிரியா. இல்லை ரொம்ப എന്താ പറയടി നല്ല ഇതായിട്ടുണ്ട്. ഓക്കെ ഇനി മുഖം നോക്കൂ. ആൻറ്റി ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും ആൻറ്റിക്കൊരു നന്ദി പറഞ്ഞേക്ക്. ஓகே ஆண்டி, நான் இதெல்லாம் பெரிய பொண்ணானதுக்கப்புறமா வந்து காலேஜ் படிக்கும் வந்து வாங்குறேன். രണ്ടുപേർക്കും സെറ്റായി. ഓക്കേടാ, എന്നാ നോക്കുന്ന മകളെ. ആരോ അടിച്ചിട്ട് വന്നിരിക്കുന്നു. അല്ലെങ്കിൽ ഇതിലാണ് ഞാൻ പോയത്. ഇതിൽ ഞാൻ ഏതിലൊന്നും പോയിട്ടുണ്ടായിരുന്നാ? ഇതിൽ ഓർമ്മയുണ്ടോ നിനക്ക്? ഇത് മാറ്റിയാ ലേഡീസിന് തനിയെ ജെൻസിന് തനിയാക്കിയുണ്ടോ? ഇതെന്നാണ് ആ മഞ്ഞ ടോപ്പ് എടുത്തത്. നോക്കൂ നോക്കൂ. നമ്മൾ ചുമ്മാ കേട്ടോ എല്ലാം നോക്കിയിട്ട് എന്ത് ചെയ്തു? എല്ലാം അവിടെ വെച്ചിട്ട് പോകുന്നു. അങ്ങനെ നമ്മൾ ചുമ്മാ നോക്കും. എന്താ മീനുമ വേണ്ട? പുറത്തുകൂടെ എവിടെയാണ്? എൻ്റെ ഫ്രണ്ട്സാണ്, കണ്ടോളൂ. ഹായ് പറയൂ. ഹായ് ഹായ് ഹായ്. സ്ഥലം കിട്ടിയില്ല. ഹായ് 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 ഹായ്. രേണു പറയണ ആ ചേച്ചിക്ക് വെരിക്കോസ് വൈന് വരുന്നുണ്ട്. അവർ കാത് കേൾക്കണ്ട. എൻ്റെയും കൂടെ ഉള്ളത്. സൈഡിൽ നിന്ന് വരാം മിനു. നമ്മൾ എന്ത് ചെയ്യുന്നു? എന്താ കുട്ടികളെ നോക്കണ? ട്രെയിൻ കയറാൻ വേണ്ടി നോക്കണോ? കാണുന്നുണ്ടോ വല്ലതും? ഇവിടെ രണ്ടെണ്ണം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ ചെയ്യേണ്ടതെന്ന്. ചാടാൻ പോകണേണോ? ചാടരുത് കേട്ടോ.
ചാടരുത്. വാ മീനുമ. ഇതിൻ്റെ ഉള്ളിൽ പ്രാവശ്യം കൊണ്ടുപോയിട്ടുണ്ട്. നമ്മൾ ഇത്ര വലിയ ടോപ്പിലെത്തിയാ കണ്ടില്ല, ആരും പറഞ്ഞില്ല, ഞാൻ അറിഞ്ഞില്ല. അതോ ഇതൊക്കെ നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുണ്ടാവും. എവിടെ? അത് തേടിക്കൊണ്ട് പോണു. എവിടെ ഞാൻ പറഞ്ഞ കടാ? അങ്ങനെ നമ്മളിങ്ങനെ പോകുന്നു. എന്നോട് വീഡിയോ ആരും എടുത്തിട്ടാണ്. എന്താ മിനിമ ക്യാമറ കൈമാറുന്നു. എന്ത് എന്താ വേണ്ട മീനിന് കഴിക്കാൻ? എന്ത് കാപ്പിയാ? ഇങ്ങോട്ട് നോക്കുമ്പോ ഇങ്ങോട്ട് നോക്കും. ശരിക്കും നമുക്ക് ജിലേബി വാങ്ങിത്തരാ. ചൂട് ജിലേബി. ചോടുന്നു നേരം വിളിക്കുന്നു. എന്ത് നമ്മളോട് വന്നു കഴിഞ്ഞാൽ എപ്പോഴും വാങ്ങിക്കും കേട്ടോ. അതുകൊണ്ട് അവർ മാവ് അതിൽ വെച്ചിട്ട് അവരതിൽ നിന്ന് ഇതാക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് ഇവിടെ. നമ്മളെപ്പോൾ ഫീനിക്സ് മാൾ വന്നോ ഈ സംഭവം വാങ്ങിക്കാതെ പോവില്ല. കണ്ടോ എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? ചൂടായിട്ട് ലൈവായിട്ട് നമുക്ക് ഇട്ട് തരും. നല്ല ടേസ്റ്റാട്ടോ. ഇവിടെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിക്കാൻ മറക്കരുത്. എങ്ങനെയുണ്ട്? കണ്ടോ? ഇത് കാണുമ്പോൾ ആരുടെയൊക്കെ വായിക്കൂടെ വെള്ളം വരുന്നുണ്ട്. ആരും കൊതിപ്പെടരുത്. ഓക്കെ, ഞാൻ കഴിച്ചിട്ട് നിങ്ങളുടെ ടേസ്റ്റ് പറയുന്നതായിരിക്കും. നമ്മൾ ഓൾറെഡി ഇവിടുന്ന് വാങ്ങിച്ചിട്ട് കഴിച്ചിട്ടുള്ളതാണ് കേട്ടോ. നല്ല രസമല്ലേ? കാണുമ്പോൾ തന്നെ കണ്ടോ എന്തൊരു ഭംഗിയാണ്. ഇതാണ് കുക്കിംഗ് മാസ്റ്റർ. തമിഴാണില്ലേ? ഹിന്ദി. ഹിന്ദി നഹി മാലു ഹേ ആണ്. നമ്മുടെ യൂട്യൂബ് ഫാൻസ് നിറയെ പേര് ഹിന്ദി ബയ്യ ആൻഡ് ദീദി ഉണ്ട്. ഹിന്ദിയാണ്, ഹിന്ദി ബയ്യ. നല്ല രസമല്ലേ കാണാൻ? ഇത് പക്ഷേ ഇത് രേണുവിൻ്റെയാണ് ഫേവറേറ്റ് അല്ലേ? ഇതിന് പാവുണ്ട്. ആ പാവിലോട്ടിടുമ്പോൾ നമുക്കത് ജിലേബി ആയിട്ട് മാറി കിട്ടുന്നതായിരിക്കും. അല്ല രേണു? ഇങ്ങനെയാണ്. മനസ്സിലായോ? ഇപ്പം കളർ മാറിയത് കണ്ടോ? കാണുന്നുണ്ടെന്നൊരു പ്രതീക്ഷ. ഇവിടുന്ന് എടുക്കുക, ഇതിലോട്ടിടുക. ഓക്കെ, ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അത് ആ കളറിൽ ഇങ്ങനെ വരും. വാവോ, കണ്ട? ഇപ്പോൾ മനസ്സിലായോ എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത്? എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. പക്ഷേ ഇവരുടെ സീക്രട്ട് വേറെ കാര്യം. ചുമ്മാ ഒരു തിരിയെ നോട്ടേടോ. എന്നിട്ട് ഇത് നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുള്ളതല്ലേ? ചക്കരേ പഞ്ചാരേ. എന്താണ്ടി ഞാൻ വിളിക്കുമ്പോൾ നിനക്ക് കാത് കേൾക്കുന്നില്ലേടി രേണു? ശില്പത്തിനെ കുറിച്ചിട്ടുള്ള ഒരിതാണ് ഇതാ ഇവിടെ എഴുതിയിരിക്കുന്നത് കണ്ടോ? ഇവിടെ വന്നിൽ സ്വർണം പൂശപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് ഇത്. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ കണ്ണൊന്നത് ഇത്ര സൂമായിരിക്കുന്നേ. ഓക്കെ, ഇതിൻ്റെ എവിടെയാണ് തങ്കമെന്ന് ഞാൻ നോക്കട്ടെ ഒരു മിനിറ്റ്. ഓ, കണ്ടു.
ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ വണ്ടി വരുന്നുണ്ട് അവിടെ. ഇങ്ങനെ കിട്ടും. ഹായ് കുട്ടീസ്, നല്ല രസമല്ലേ കാണാൻ കൊച്ചുങ്ങളെ? ഇതാ വരുന്നു ഇത് അടുത്ത കൊച്ച്. ചുറ്റി ചുറ്റി വീണ്ടും ഇവിടെ തന്നെ നമ്മൾ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറേ നേരമായി നമ്മൾ ചുറ്റാൻ തുടങ്ങിയിട്ട്. ചുറ്റി ചുറ്റിയിട്ട് എവിടെയും കണ്ടു വെച്ചിട്ടല്ലോ. നമ്മളിവിടെ അത് ചായ കുടിക്കുന്നുണ്ട്. അതിതാണ്, ഇതല്ല. നല്ല രസമല്ലേ കാണാൻ? കൊച്ചിനെയാണ് ഉദ്ദേശിച്ചത്, ചേട്ടനല്ല. ചേട്ടൻ പോയിക്കോ. ചെറിയ കടയിൽ അവൾക്ക് ചെറിയ കടയൊന്നും കാണാനില്ലെന്നാ പറയുന്നത്. മീനു ഒരു ചെറിയ കടയുണ്ടെങ്കിൽ നോക്കും മീനുമ, ഒരു ചെറിയ കട. ചായസിൽ പോണോ? ചായസ് പോണെങ്കിൽ പോവാ, ഒരെണ്ണം വേണം വാങ്ങിക്കണോ? പക്ഷെ വലിയ ടേസ്റ്റ് ഒന്നുമില്ല. കുട്ടിക്കൊന്നും കൊടുക്കാണ്ട് കഴിക്കാൻ പറ്റില്ല. അത് വിടൂല്ലല്ലോ. അത് അപ്പുറത്ത് പോകണം. 2 എണ്ണം കൂടെ അതാ പോണു. മീനുവിന് ഇങ്ങനെയുള്ളതിലൊക്കെ കയറണം വേണ്ടിയിട്ട് അവിടെ വന്നു കഴിഞ്ഞാൽ. നീ പോ, ഒറ്റയ്ക്ക് പോ. ഒറ്റയ്ക്ക് പോ, ഞാനില്ല. എത്ര രൂപ? എന്തിനാണ് കൊടുക്കാറ്? അപ്പോൾ ഓക്കെ, ബൈ ബൈ, സി യു. ഓക്കെ, പിന്നെ ഞങ്ങളങ്ങനെ നടക്കാൻ വയ്യാതെ വന്ന് ക്ഷീണിച്ചത്. എന്താ പറയുക, ക്ഷീണിച്ച് ബസ്സെന്ന് പറയാൻ പറ്റില്ല. വെറുതെ 200 രൂപ വേസ്റ്റാക്കി മക്കളെ ഈ കുട്ടി കാരണം. എന്താ കുട്ടിക്ക് ഇങ്ങനത്തെ ഇത് പിടിക്കണട്ടോ? പറയൂ, എന്താ പറയാനുള്ളത്? നമ്മൾ നടന്നവർക്കൊക്കെ നമ്മൾ വീണ്ടും വരുന്നുണ്ട്. ഇങ്ങനെ സൂപ്പറാണ്. വളച്ചു കൊണ്ട് നമുക്കിത് ഇതിട്ടൊന്ന് പയ്യ അതവിടെ നിൽക്കുന്നുണ്ട്. കണ്ടോ, കാണുന്നുണ്ടോ പയ്യനെ? ഇതത് കൂടെ ഒക്കെ പോകുമ്പോൾ അതറിയില്ല കേട്ടോ. ഒരാട്ടം ഉണ്ട്. അതെന്തോ ഒരു ആട്ടം. ആര് ഇങ്ങനെയുണ്ട്. ചുറ്റി ബാക്ക് ക്യാമറയും ഫ്രണ്ട് ക്യാമറയും മാറി നമ്മളോടെ ഇറക്കാൻ വേണ്ടി വന്നു കേട്ടോ. മക്കളെ, മാറു വണ്ടി വരുന്നു. മാറിക്കോ മക്കളെ, മാറിക്കോ. എന്താ മിനിമം കോമഡി പറ, കോമഡി. നിൽക്കുന്നു ഏതമ്മ അവിടെ നിൽക്കുന്നു. വെറുതെ 200 രൂപ പോയി. മൊബൈലടിയിൽ പോയി സ്റ്റെക്കായി പോയി. എന്താണെന്ന് അറിഞ്ഞില്ല, പെട്ടെന്ന് സ്റ്റെക്കായി. ഇവിടെ അതാ നിൽക്കുന്നു. കാപ്പി കൊണ്ട് നിൽക്കുന്ന ആ കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോ ഇനുമ? ഈ വഴി പോവോ? ഏഴ് താഴെ നിന്ന് ചുറ്റുന്നു, ഞങ്ങൾ മേലെ നിന്ന് ചുറ്റുന്നു. എന്താ പറയാനുള്ളത്? പറയൂ, എന്തെങ്കിലും പറയൂ. നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ എന്താ പറയാനുള്ളത്? എന്തെങ്കിലും കണ്ടോ? മീനെക്കുട്ടി മേക്കപ്പ് ഒക്കെ ഇട്ടിരിക്കണുണ്ടാ? അമ്മേ, ഞങ്ങളുടെ നമുക്ക് നാച്ചുറൽ ബ്യൂട്ടിയാണ് നല്ലത്. അങ്ങനെ ഞങ്ങളെ ഇറക്കി വിടുന്ന സമയത്തിൽ കൊണ്ടുപോകണ്, ഇറക്കാൻ വേണ്ടി. സമയമായി.
ചായ കുടിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു. മോളിൽ നിന്ന് ഇറങ്ങി. എന്ത് രസമല്ല, നല്ല രസമല്ല, വെയിലാണ്, അതാണ് കേട്ടോ. കണ്ടോ, ഹാ നീലാകാശം കാണുന്നുണ്ടോ മക്കളി നിങ്ങൾ? അതാ പോണം മയിലാടി കൊണ്ട്. മയിലാട് എവിടേക്കാണ് പോണു? ഞാൻ എവിടെ ക്യാമറ ഓൺ ചെയ്യണമെന്ന് നോക്കി നിൽക്കണം അവള്. അതെ, പറന്നു പോണ പോലെ ഉള്ളൂ ഇപ്പോൾ. കാരണം എന്തറിയോ, ഒന്നുമില്ല. അതെവിടെ ഉണ്ട് ഇപ്പോൾ ചായ തോന്നണം. 99 KFCയുടെ. നോക്കി ഇറങ്ങും മക്കളെ. അത് നല്ല വെള്ളമല്ലാട്ടോ, അതിൻ്റെ അടുത്ത് പോണ്ട. ഇവിടുത്തെ ശരിക്കും എന്താ പ്രശ്നം എന്നറിയില്ല മക്കളെ. ഈ ബാഗ് വരണം, ബാഗ് ഓപ്പണിലായിരിക്കണേ രേണു. അങ്ങനെ ഇതാ മീനു, നല്ല വെള്ളം അല്ലാന്നത്. ഇതാ പോകുമ്പോൾ നമ്മൾ ഏതിയെ പോയത് ഓർമ്മയുണ്ടോ നിനക്ക്? ഇവിടെ നിന്ന് തന്നെ നടത്തിച്ച് ഇതാകുന്നതാ. അറളിപ്പൂവ് കണ്ടു. നല്ല രസമല്ലേ കാണാൻ? ആരത്? ഇവർ വിചാരിക്കും ഈ പിച്ചക്കാരപ്പുറത്ത് ഡ്രസ്സ് കൊടുത്ത് പിള്ളേരെ എവിടേക്കാണ് വന്നിരിക്കണമെന്ന് നോക്കണവർ. നടക്കാൻ വയ്യ അവിടെ. അവിടെ തൊടരുത്, തൊട്ട് കഴിഞ്ഞാൽ അവരവിടെ എടുത്തിട്ട് പോകുന്നിന്നെ. തൊടരുത് മീനു, അവർ ചെയ്യരുതിട്ടത്. വേഗം ബുക്ക് ചെയ്ത് അവിടെ വരില്ല. അപ്പുറത്ത് നമ്മളടുത്ത് പോയി നിൽക്കണം. വന്ന് ഇറങ്ങി അവിടെ തന്നെ. നമ്മൾ ഇറങ്ങി നമ്മൾ പോയി. നമ്മൾ നിൽക്കൂ എവിടേക്കാ പോണേ? കൊച്ചിനെയും കൊണ്ട് പോകുന്ന നോക്ക്. അങ്ങനെ നമ്മൾ ഫോണിക്സ് മാളിനോട് വിടാം. ഓക്കെ. ആട്ടോ കിട്ടിയാ പോവാ. നിങ്ങൾക്ക് ഈ പൈസ നിങ്ങൾക്ക് അരിക്കണല്ലോ എന്ന് ഞാൻ ആലോചിക്കുന്നു. ആ താഴത്തിടല്ലമ്മ. എന്തറിയണോ? എങ്ങനെയാണ് ഇങ്ങനെയാണ് ചോദിച്ചാൽ കളർ വേണമെങ്കിൽ നമുക്ക് അടിക്കാം.
യാ അത് നിങ്ങൾക്ക് താല്പര്യമില്ല? ഇവരുടെ ഭാഷയാണ് ഞാൻ ഇടയ്ക്ക് ഞാൻ ഹാ പറയുന്നില്ലേ, അതാണത്. അപ്പോ എന്താ പറയാ, ഇന്നലെ നമ്മള് അമ്പലത്തിൽ പോയപ്പോൾ ഇൻട്രോ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ വൈൻഡപ്പ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മള് കുട്ടു അമ്പലത്തിൽ പോയി. ഈ വർഷത്തെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അയ്യപ്പൻകോവിൽ പോകുന്നത്. അയ്യപ്പൻകോവിൽ അമ്പലത്തിൽ ചുമ്മാ ഇരുന്ന അമ്പലത്തിൽ തന്നെ പോകുന്നത് ഈ വർഷം 2020 തുടങ്ങിയ ശേഷം ഞാൻ ആദ്യമായിട്ടാണ്. ഇവര് തിരുവണ്ണാമല പോയിട്ടാണ് ഞാൻ നാട്ടിലുള്ള സമയത്ത്. ഞാൻ ആദ്യമായിട്ടാണ് പ്രാവശ്യം പോകുന്നത്. ആദ്യം പറഞ്ഞാൽ ഈ വർഷത്തെ ആദ്യത്തെ ഒരു അമ്പലപ്പൊക്കെ ആയിരുന്നത്, പക്ഷെ ഭയങ്കര പറഞ്ഞൊരു അമ്പലപ്പൊക്കെ ആയിരുന്നു. ഞങ്ങൾ പോകുമ്പോഴേക്കും നട അടയ്ക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു, സമയമായിപ്പോയി നമ്മൾ പോകുമ്പോൾ. അപ്പൊ തന്നെ അതുകൊണ്ട് തന്നെ എനിക്ക് അവിടുത്തെ ഒരു വീഡിയോയും എടുക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ആ വീഡിയോ മിസ്സായിപ്പോയി. ഓക്കെ, ഞാൻ വീഡിയോ ഒക്കെ എടുക്കാറുണ്ടാണ് നിങ്ങൾ പറഞ്ഞത്. പക്ഷെ അവിടെ പോയപ്പോൾ പെട്ടെന്ന് അവിടെ അടയ്ക്കേണ്ട സിറ്റുവേഷൻ ആയിരുന്നു. അപ്പൊ ഓടിപ്പോയി കയറി ദൈവത്തിനെ തൊഴിൽ, അതല്ലേ പക്ഷേ മുഖ്യം. വീഡിയോ മുഖ്യമല്ല, വിഗലേ അടുത്ത് ദൈവത്തിനെ തൊഴുതാണ് മുഖ്യം. പിന്നെ അയ്യപ്പൻ എന്നോട് ദേഷ്യപ്പെട്ടാലോ, അതുകൊണ്ട് പിന്നെ പോയി തൊട്ടിട്ട് വേഗം വന്നു കേട്ടോ. അപ്പോഴേക്ക് നട അടച്ചു, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്കൊന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ അതുപോലെ അമ്പലത്തിന്റെ ഉള്ളിൽ ലൈറ്റിംഗ് ഒക്കെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഉണ്ടായി, വാതിലൊക്കെ അടച്ചു കഴിഞ്ഞാൽ അല്ലേ, അതൊന്നും നമുക്കൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ പോയിട്ട് വന്നു. അമ്പലത്തിൽ പോയിട്ട് വന്നപ്പോൾ പെട്ടെന്നൊരു ബോധതയും തോന്നി. ഇവളും എന്താ പറയാ മീനും രേണും വന്നു. എന്തായാലും ലീവല്ലേ മമ്മ, നമുക്ക് എന്താ മാളിലേക്ക് ഇടയ്ക്കും പോകാമെന്ന് പറഞ്ഞു. അപ്പം എന്നാൽ ശരിയെന്ന് പറഞ്ഞിട്ട് നമ്മള് ഫോണിക്സ് മാളിൽ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് അങ്ങനെ പോയൊരു ഇതാ വന്നു. ഫുഡ് കഴിച്ചിട്ട് നമ്മൾ നേരെ മാളിലോട്ട് പോയിട്ടോ. ചുമ്മാ പോയി. വീടിൻ്റെ ഉള്ളിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ AC ഇട്ട് കഴിഞ്ഞാൽ AC കീഴിൽ നമ്മൾ കെട്ടണം. മാളിൽ പോയി ഇരുന്ന് കഴിഞ്ഞാൽ മാളിൽ പോയി ഇരുന്ന് കഴിഞ്ഞാൽ AC ബില്ല് അവർ കെട്ടിക്കൊള്ളു, നമ്മൾ കെട്ടുന്നത്. അതാണ് വ്യത്യാസം. എങ്ങനെയുണ്ട്? എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ പോയി വാച്ച് ചെയ്യാം. എന്നിട്ട് എല്ലാം തൊട്ട് നോക്കുക. എന്നാൽ ഒന്നും ഇല്ല പറഞ്ഞിട്ട് അവിടെ ഇട്ടിട്ട് വരിക. അങ്ങനെ ചെയ്യാം, അതാണ് നല്ലത്. അതാണ് പകരം നമ്മൾ അതെ. ഇനി അങ്ങോട്ട് പോകുമ്പോൾ കേട്ടില്ല. അങ്ങനെ അതെ, അങ്ങനെ പോയിട്ട് മീൻ പിടിക്ക് 2 ഡ്രസ്സ് നോക്കിയിട്ട് ഇട്ടിട്ട് ഫോട്ടോ എടുത്തിട്ട് അതൊക്കെ വെച്ചിട്ട് കൊണ്ടു വന്നു നമ്മൾ അല്ലേ. അങ്ങനെ വന്നു കേട്ടോ. അപ്പോ എന്താ പറയാ, അങ്ങനെ ചെയ്തു. അതുകൊണ്ട് അവിടെ പോയി ചുമ്മാ കുറച്ച് നേരം ഒന്ന്, അതായത് രേണു അല്ല പ്രസന്നെ ഇരുന്നിട്ട് നമുക്ക് വീട്ടിൻ്റെ അകത്ത് തന്നെ ഇരുന്നത്. നമുക്ക് ഒരു 4 പേരെ കാണുന്ന നേരം അല്ലെങ്കിൽ ചുമ്മാ ഇങ്ങനെ പോയിട്ടിരിക്കുന്ന സമയത്തോ ഭയങ്കര ഒരു അത്രയും നേരം നമ്മുടെ മൈൻഡ് ഒന്ന് ഇതാവുമല്ലോ. അപ്പൊ ആ ഒരു ഇതിന് വേണ്ടി പോയതാണ്. ചുമ്മാ വന്നു, അത്രയേ ഉള്ളൂ, ഒന്നും വാങ്ങിയില്ല. അങ്ങനെ എന്താണ് പോയിട്ട് ഞാൻ പോയിട്ട് ഇവിടുന്ന് നമ്മൾ ജിലേബി വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഫീനിക്സ് മാളിൽ പോയത്. ആകെപ്പാടെ അതെവിടെ 8 രൂപ മിനിമ, നിങ്ങൾ ആ എടുത്ത് വരാം, കണ്ടല്ലോ നിങ്ങള്. ഓക്കെ, 8 രൂപ മിനിമ. ആ ഒരു ഇത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ പോയി. അങ്ങനെ പോയിട്ട് ചുറ്റി ഭക്ഷണം കഴിച്ചിട്ടാണ് പോയത് നമ്മൾ. അപ്പോൾ ഭക്ഷണം കഴിച്ച് നമ്മൾ നേരെ ക്യാബിൽ ബുക്ക് ചെയ്ത് അങ്ങോട്ട് പോയി. അങ്ങോട്ട് പൈസ എല്ലാം കാണിക്കും. ഡ്രസ്സിലാവണ്ട, അതിൻ്റെ ജീരോ ഡ്രസ്സിലാവും. കാണിക്കൊന്നും വേണ്ട, പറഞ്ഞിട്ടില്ല, വീട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ജിലേബി ഇത് വാങ്ങിക്കാൻ വേണ്ടി നമ്മളവിടെ പോയത്. അത് നല്ല ടേസ്റ്റാണ് അവിടെ, എല്ലാം കഴിയും. അപ്പോൾ അങ്ങനെ പോയിട്ട് ചുമ്മാ ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് പോന്നു, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. വേറെ ഒത്തും ചെയ്തു. 5:30 ആകുമ്പോൾ നമ്മൾ തിരിച്ചു വരുന്നത്. അല്ലെങ്കിലൊന്നും 8 മണി 9 മണി ആയാലും നമ്മളിവിടെ എത്തില്ല. അതവിടെ എടുത്തിട്ട് വേണ്ടി ജിലേബി നല്ല ടേസ്റ്റ് ആട്ടോ. ഇവരുടെ ജിലേബി ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്ക് പറഞ്ഞ പോലെ തന്നെ ഉണ്ട്. പാക്കിങ്ങേ ഒരു ഇത് എന്ത് ജിലേബി എന്നറിയോ, വാട്ട ബ്യൂട്ടി വന്നിട്ട്. പക്ഷെ ഇപ്രാവശ്യം ജീര എന്താ ചേട്ടാ, ജീര കുറച്ച് കൊല്ലം ഇതാണ് ജിലേബി. വാവ്, ഇത് രേണുമയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അവിടെ പോയി കഴിഞ്ഞാൽ നമ്മളിത് വാങ്ങിക്കോ. അങ്ങനെ ഇത് വാങ്ങിച്ചു. മെനു വാ. അങ്ങനെ ഇത് വാങ്ങിച്ചിട്ട് നമ്മൾ പോന്നു. പിന്നെന്താ പറയുന്നത്, നോക്കട്ടെ, ഒരു ദിവസം പോകണം. ഫീനിക്സ് മാൾ നിങ്ങൾ കണ്ടുകെട്ട് പോകട്ടെ. നമുക്ക് അടുത്ത് വേറൊരു മാളിൽ പോവാം. ലീവ് എടുക്കാൻ, അതായത് സഞ്ജുവിനോട് ലീവ് ഇട്ട ശേഷം പോയി ഒന്ന് ഇവരെയൊക്കെ ഒന്ന് ഗെയിമിങ് ഒരു കളിപ്പിച്ചിട്ട്, ഒരുപാടൊന്നുമില്ല, ഓൾറെഡി 1000 അതിന് മേലെ പോകില്ല, അതേ അറിയുള്ളൂ. അങ്ങനെ പോയിട്ട് പിന്നെ അതൊന്നും ഇതാവാനൊന്നും പറ്റിയില്ല കേട്ടോ. പിന്നെ മീനെ കൂട്ടി നമ്മളുടെ സിറ്റുവേഷൻ അനുസരിച്ച് നടക്കുകയൊക്കെ ചെയ്യും. ചില സമയം നടക്കില്ല.
ഭയങ്കര വാശിയായിരുന്നു എനിക്ക് അവിടെ ഗെയിമിൽ പോകണം. ഇപ്പൊ ഇന്നലെ പോയപ്പോൾ ഒന്നും വേണ്ടിയില്ല കേട്ടോ, കാരണം അവൾക്ക് അറിയാം. അതുകൊണ്ട് അങ്ങനെ വേറെ എന്തിനോ മുഖം ഉണ്ടായിരുന്നു, എന്തിനാന്ന് അറിഞ്ഞൂടാ, ഓർമ്മയില്ല. അപ്പൊ അങ്ങനെ ഇപ്പൊ ഒന്നും മട്ടല പറയില്ല എന്ന് പറയണേ. അങ്ങനെ പോയി നമ്മള് ചുമ്മാ കറങ്ങി പറഞ്ഞ പോലെ തന്നെ. ഇവിടെ ഇരുന്നാൽ ഭയങ്കര ചൂട്, അവിടെ പോയി ഇരുന്നാൽ കാറ്റ് കൊള്ളാം. എത്ര ആൾക്കാരെ വന്ന് കാറ്റ് കൊള്ളാതിരിക്കുന്നത്. അവിടെ പോയി കാറ്റ് കൊണ്ട് കുറച്ച് തണുപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ വീട്ടിലേക്ക് വരിക, വണ്ടി വിളിച്ചിട്ട്. അതാണ് നമ്മുടെ പരിപാടി, അതാണ് ഇപ്പോൾ അത് ചെയ്തത്. അങ്ങനെ കേട്ടോ. അപ്പോൾ വേറെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, അമ്പലത്തിൽ പോയിട്ട് എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തണേ, എല്ലാവർക്കും നല്ല ബുദ്ധി കൊടുക്കണേന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ആ വാളിൽ പോയിട്ടുള്ളതിൽ എല്ലാ വീഡിയോയും കൂടെ ഒന്ന് ഇതായിട്ട് ഇതാക്കിയിടാം. ഇതിപ്പോൾ ഇന്ന് എടുക്കുന്നത് അതെല്ലാം കഴിഞ്ഞ ശേഷമുള്ള മീൻ കൂടെ കേക്ക് കട്ട് ചെയ്ത ശേഷം എനിക്ക് ഓർമ്മ വന്നു. ഇന്നത്തെ വൈകിട്ട് നേരത്തെ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന്. അപ്പോൾ അതേപോലെ ആ ഒരു വീഡിയോ ഈ ഒരു വീഡിയോ അങ്ങനെ എടുത്തിട്ടാക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ചുമ്മാ പോയി അവിടെ ചുറ്റിക്കറങ്ങിയിട്ട് പോകും, അത്ര തന്നെ ഉള്ളൂ. ഓക്കെ, വേറെന്തോ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ മറന്നു. എന്താണെന്ന് അറിഞ്ഞൂടാ, മറന്നു. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ലവ് യു, സെലിബ്രിറ്റി.